അപ്പൊ നിങ്ങൾ കണ്ടത് ഒരു മാലമോഷ്ടാവിനെ പോലീസ് പിടിച്ചോണ്ട് വന്നതാണ്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. നമ്മുടെ സ്വർണത്തിന്റെ വില എല്ലാവർക്കും അറിയാം. ഇപ്പം പവന് ഏറെക്കുറെ 1 ലക്ഷം രൂപയോളാവും. ഇത് കാരണം ഒരുപാട് മോഷ്ടാക്കള് സ്വർണത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ്. കഴിവതും ഈ വിജനമായ സ്ഥലങ്ങളിലും അതുപോലെ ഒറ്റപ്പെട്ടൊക്കെ സ്ത്രീകൾ യാത്ര ചെയ്യാതിരിക്കുക. സ്വർണം കഴിവതും വീടുകളിൽ നിന്ന് പോകുമ്പം സ്വർണം ധരിക്കാതെ പോകുന്നതായിരിക്കും. അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവര് നിങ്ങളുടെ എല്ലാം ജീവൻ അപകടത്തിൽപ്പെടും. കഴിഞ്ഞ ഇടയ്ക്ക് പുതുപ്പള്ളിലാണേലും ഒരാളെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എത്ര കണ്ടാലും കേട്ടാലും ചിലർ പഠിക്കത്തില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവരുടെ 8ന്റെ പണി കിട്ടിയ ഒരു കാഴ്ചയാണ്. നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. എറണാകുളം കോതമംഗലത്ത് വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു. വീടിന് മുറ്റത്ത് പാമ്പിനെ കണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടമ്മയെ പുറത്തേക്ക് വിളിച്ചിറക്കിയ ശേഷമാണ് മോഷണം നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുതുപ്പാടി സ്വദേശിയായ ഏലിയമ്മയുടെ 1.5 പവൻ വരുന്ന മാലയാണ് മോഷണം പോയത്. വീടിന് മുറ്റത്തേക്ക് അപരിചിതനായ യുവാവ് കടന്നു വന്ന് പാമ്പ് മുറ്റത്തുണ്ട് എന്ന് പറഞ്ഞ് ഏലിയമ്മയെ പുറത്തേക്ക് ഇറക്കിയായിരുന്നു. വീട്ടിൽ ഈ സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. പാമ്പുണ്ട് എന്ന് പറഞ്ഞത് വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഏലിയമ്മ പാമ്പിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചതിന് ശേഷം ഇവരെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെടുന്ന സംഭവം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പുതുപ്പാടിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ യുവാവിനെ കണ്ടെത്താനുള്ള നിലവിലുള്ള സാഹചര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്താണെങ്കിലും 1.5 പവനോളം വരുന്ന സ്വർണം അപഹരിച്ച് യുവാവ് കടന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ കേരള പോലീസ് അതിവിദഗ്ധമായിട്ട് ഇവനെ കൊടുക്കുകയായിരുന്നു. കോതമംഗലം പുതുപ്പാടിയിൽ വെച്ച് നടന്ന ഈ മാലമോഷ്ടാവിനെ CCTVയുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ അവനെ പോലീസ് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുന്ന കാഴ്ചയും കൂടെ കാണാം. പയ്യന് കല്ലു ചെറിയാൻ നോക്കിയത് ഓടാന്ന് പറഞ്ഞ ചെറുക്കൻ കല്ലു ചെറിയാൻ നോക്കിയായിരുന്നു. എവിടെ നീ പാമ്പാന്ന് പറഞ്ഞ കാണിച്ച അവിടെയാ പാമ്പാകത്ത് നോക്കടാ ഇവിടെ നോക്കടാ. ഓക്കെ ചെല്ലാത്തതുകൊണ്ടാണ് അവൻ കയറി വന്നത്. പുറത്ത് അവിടെ പാമ്പെന്നും പറഞ്ഞ ഏണ കൂടുവാണ് വരാൻ പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന ഏകദേശം ഒരു 5:10 അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അകത്തുണ്ട്. പക്ഷെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും പ്രതി ഓടി ഒളിച്ചു. അമ്മയ്ക്ക് നന്നായിട്ട് പറ്റി. നടു തല്ലിയ വീണത്. ഇപ്പൊ ഇടുപ്പല്ലിന് പൊട്ടലുണ്ട്. ഡോക്ടർ ഓപ്പറേഷനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോതമംഗലം ധർമ്മേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാനും അമ്മയും ഉണ്ടാവും. ഞാൻ അകത്തായിരുന്നു, അമ്മ പുറത്ത് സിറ്റ് ഔട്ടിലായിരുന്നു. അപ്പൊ 1.5 പവൻ തൂക്കമുള്ള മാലയാണ്.